ഡോക്ടർ അപർണയുടെ മരണം കാർഡിയാക് അറസ്റ്റ് മൂലമാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു? പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് ഡോക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ചോദ്യം അതല്ലല്ലോ ബാലേന്ദ്ര. അപർണയുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? ബോഡി ആദ്യമായി കണ്ട പോലീസ് ഓഫീസർ നിങ്ങളാണ്. എന്താണ് തോന്നിയത്? കുഴപ്പമൊന്നും തോന്നിയില്ല സർ. ഒരു സ്വാഭാവിക മരണം പോലെ. മറ്റു ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും പോസ്റ്റ്മോർട്ടം വേണമെന്ന് ശഠിച്ചത് നിങ്ങളായിരുന്നു. അതെന്തിനായിരുന്നു? അത് അന്വേഷണം നടന്നു എന്ന് വരുത്തി തീർത്തത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ അല്ലേ? അല്ല സർ. പ്രശസ്തയായ ഒരു സുന്ദരി തന്റെ കിടപ്പുമുറിയിൽ മരിച്ചു കിടക്കുന്നു. മരിക്കുന്നതിന് തലേ ദിവസം ഒരുപാട് നാടകീയ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. വിവാഹമോചനം, മകനെ തിരിച്ചുപിടിക്കാൻ സ്കൂളിൽ വഴക്ക്, വധഭീഷണി. ഒരു കൺഫർമേഷൻ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നി. അതാണ് പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടത്. റൈറ്റ്? അതെ സർ. കള്ളം പറയാതെ ബാലേന്ദ്ര. അത്രയ്ക്കൊന്നും താൻ ആലോചിച്ചില്ല. ആലോചിച്ചോ? ചാടിക്കേറി പോലീസ് മുറിയിൽ ഒരു പോസ്റ്റ്മോർട്ടം സജസ്റ്റ് ചെയ്തു. ആ സ്ത്രീക്ക് ചോദിക്കാനും പറയാനും ബന്ധുക്കളില്ലായിരുന്നതുകൊണ്ട് ആരും നിങ്ങളെ ചോദ്യം ചെയ്തില്ല. പോസ്റ്റ്മോർട്ടം നടന്നു. ഒരു കണക്കിന് അത് നന്നായി. കേസിന്റെ ഓപ്പണിംഗ് ഇനി എളുപ്പമാണ്. ബാലേന്ദ്രൻ പേടിക്കണ്ട. തന്റെ കരിയറിന് ദോഷം വരുത്തുന്ന മെൻഷനിങ് ഒന്നും ഞാൻ നടത്തുകയില്ല. എന്റെ കൂടെ കൂടിയോ? ഇടയ്ക്ക് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ കിടന്ന് വളയരുത്. സ്ട്രെയിറ്റ് ആയിട്ട് ഉത്തരം പറയണം. യെസ് സർ. യു കൻ ഗോ നൗ. ഞാൻ എഴുതിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കറക്റ്റ് ആണ് മിസ്റ്റർ ജേക്കബ് ജോർജ്. ഡെത്ത് ഡ്യൂ ടു കാർഡിയാക് അറസ്റ്റ്. ഉറപ്പാണ്? 100%. ബലപ്രയോഗത്തിന്റെയോ സ്വയം ക്ഷതമേൽപ്പിച്ചതിന്റെയോ യാതൊരു ലക്ഷണവും ബോഡിയിലുണ്ടായിരുന്നില്ല. ആന്തരികാവയങ്ങൾ തിരുവനന്തപുരത്ത് ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുക എന്നുള്ളത് ഒരു യൂഷ്വൽ റൂട്ടീനാണ്. അത് ചെയ്തു. അവരുടെ റിസൾട്ട് വരാൻ ചിലപ്പോൾ മാസങ്ങൾ എടുക്കും, ചിലപ്പോൾ വർഷങ്ങൾ. ഈ കേസിലും അവരുടെ റിപ്പോർട്ട് ഡിഫറെന്റ് ആകാൻ വഴിയില്ല. ജേക്കബ് സാർ, ഞാനൊരു കാര്യം പറഞ്ഞ സാർ തെറ്റിദ്ധരിക്കൂ? തെറ്റിദ്ധാരണ തോന്നാത്ത വിധം സംസാരിക്കാൻ പഠിക്കണം. കേസ് അന്വേഷണത്തിലുള്ള എന്റെ എക്സ്പീരിയൻസ് കുറവുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് ചാടി പുറപ്പെടുന്നത്. ഇതല്ലേ ഇസ്മായിലിന്റെ സംശയം? ആയിരക്കണക്കിന് കേസുകൾ കെട്ടിക്കിടക്കുന്ന സ്ഥലമോ ഫോറൻസിക് ലാബ്. കോർട്ട് ഓർഡർ ഇല്ലാതെ ചുമ്മാ ഫോൺ ചെയ്ത് പറഞ്ഞാലൊന്നും അവിടെ ഒരു കാര്യവും നടക്കില്ല. ഞാൻ ഞങ്ങളുടെ അസോസിയേഷൻ വഴി മന്ത്രി ഒന്ന് പിടിച്ചു നോക്കട്ടെ? പോലീസ് അസോസിയേഷൻ വേണ്ട. ഫോറൻസിക് ചീഫ് ആളൊരു ഇന്റർനാഷണൽ തുരപ്പനാ സാറേ, ഡോക്ടർ തോമസ് ജോർജ്. ഒരുവിധപ്പെട്ട റെക്കമെൻഡേഷൻ ഒന്നും അവിടെ എടുക്കൂല. ആ ഇന്റർനാഷണൽ തുരപ്പൻ എന്റെ ചേട്ടനാണ്, എൽഡസ്റ്റ് ബ്രദർ. നീ വിളിച്ച് പറഞ്ഞപ്പോ തന്നെ ഈ ഫയൽ ഞാൻ വിശദമായിട്ട് പഠിച്ചു. നിന്റെ സംശയം പോലെ തന്നെ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാകാൻ സാധ്യതയുണ്ട്. അഡ്രിനാലിൻ എന്ന മെഡിസിൻ സാധാരണഗതിയിൽ ഒരു അറ്റകൈ പ്രയോഗമാണ്. എന്ന് വെച്ചാൽ പാമ്പ് കടി, ആസ്മ എന്നിവ കൊണ്ട് കോമയിലാകുന്ന രോഗികൾക്ക് കൊടുക്കാവുന്ന ലാസ്റ്റ് ഡ്രഗ്. ഇതൊരു ഹൈലി പോറ്റൻ്റായ ഹാർമോണാണ്. അപർണയുടെ രക്തത്തിൽ അളവിൽ കൂടുതൽ അഡ്രിനാലിൻ്റെ അംശമുണ്ട്. അതാണ് മരണകാരണം. അപ്പൊ കൊല ചെയ്തയാൾ അഡ്രിനാലിൻ അപർണയുടെ ദേഹത്ത് ഇഞ്ചക്ട് ചെയ്തതാവാം അല്ലേ? അത് നിങ്ങൾ പോലീസുകാർ തന്നെ കണ്ടുപിടിക്കണം. സാധാരണ വളരെ ചെറിയ ഡോസാണ് ഉപയോഗിക്കുന്നത്. ഇൻട്രാ മസ്കുലർ ഇഞ്ചക്ഷനായി മാത്രം ഉപയോഗിക്കുന്ന ഈ മെഡിസിൻ നേരിട്ട് വേനി കുത്തിവെച്ചിരിക്കുകയാണ്. മറ്റൊരാൾ ബലം പ്രയോഗിച്ച് പെയിൻ തപ്പിപ്പിടിക്കുക, എന്നിട്ട് ഇഞ്ചക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബോഡിയിൽ അതിന്റെ ഇഞ്ചുറി കാണേണ്ടതല്ലേ? ശരിയാണ്, അങ്ങനെ ഒരു ഇഞ്ചുറി ഇല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഹാർട്ട് മസിൽസ് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ കാർഡിയാക് അറസ്റ്റ് ആണെന്നേ തോന്നുന്നു. മുകളിലാണ്. എനിക്കറിയില്ല.
നിങ്ങൾ അങ്ങോട്ടാ? തൃശ്ശൂർക്ക് ഒരു റെക്കോർഡിംഗ് ഉണ്ട്. നിങ്ങൾ വിവരം വല്ലതും എന്ത്? അപർണ ഡോക്ടറുടെ മരണം പോലീസ് വീണ്ടും അന്വേഷിക്കുക. അത് ശരി. കൊലപാതകമാണെന്നോ അല്ലെന്നോ ജനങ്ങൾ പലതും പറയും. അത് ഞങ്ങൾ കേട്ടതാ. മാധവനകത്തുണ്ട്. മാധവ, മാധവ, മാധവ. സർ, ക്യാപ്റ്റൻ ഇരിക്കും. ഓക്കെ. ഡോക്ടർ അപർണ ഒരു പെതഡിൻ അഡിക്റ്റ് ആണെന്ന് ഇവിടെ മറ്റാർക്കും അറിയില്ല അല്ലേ? ക്യാപ്റ്റൻ ഒഴികെ. അഡിക്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ എന്ന് എനിക്കറിയില്ല. ഭർത്താവും മകനും പോയതിനു ശേഷമാണ് അപർണ ഇതൊക്കെ തുടങ്ങിയത്. ആദ്യമൊക്കെ ഇവിടുത്തെ ഫാർമസിയിൽ നിന്ന് പതഡിൻ എടുക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് ഒരു തെറ്റായ മാതൃക കാണിക്കരുത് ഞാൻ പറഞ്ഞു ഒരു ദിവസം. പിന്നീട് ഇവിടുന്ന് എടുത്തിട്ടില്ല. അതോടെ എല്ലാം നിർത്തി എന്നാണ് ഞാൻ കരുതിയത്. ഇവിടുന്ന് എടുത്തിട്ടില്ല എന്ന് ഉറപ്പാണ്? യെസ്, ഉറപ്പാണ്. മരുന്നുകളുടെ പർച്ചേസും വിൽപ്പനയും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യുന്ന ഒരു ഫാർമസിയാണ് ഇവിടുത്തേത്. അപർണ ഇവിടുന്ന് പതനം കൊണ്ടുപോയത് പഴയ ഫയലിലുണ്ട്. ഫാർമസിസ്റ്റ് ബഷീർ വിചാരിച്ചാൽ രഹസ്യമായി മരുന്ന് എത്തിച്ചൂടെ? പർച്ചേസ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താതെ ചില തിരിമറികളൊക്കെ ബഷീർ വിചാരിച്ചാൽ നടക്കും. പക്ഷേ അപർണ അതിന് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപർണയെ പോലൊരു പബ്ലിക് ഫിഗർ മെഡിക്കൽ സ്റ്റോറിൽ തനിയെ പോയി പെതഡിൻ വാങ്ങാൻ സാധ്യതയില്ല. അതെ. സോ ഇക്കാര്യത്തിൽ ഒരു രഹസ്യക്കാരനുണ്ടാവാം. അതൊരിക്കലും ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആകാനും സാധ്യതയില്ല. കാരണം ആ പേര് പറഞ്ഞ് അയാൾ മുതലെടുക്കാൻ വരുമെന്ന് അപർണക്കറിയാം. അതെ. പിന്നെ ആര്?